ചേർത്തല 11-ാം മൈലിൽ ദേശീയപാതയോട് ചേർന്ന് 17 വർഷമായി ഒരു തട്ടുകടയുണ്ട്. അതിന്റെ ഉടമസ്ഥൻ എതിർവശത്തായി തുടങ്ങിയ ഹോട്ടലിന്റെ ഉദ്ഘാടനത്തിലേക്ക്. ഇതാണ് വാവാസ് ഹോട്ടലിൻ്റെ ഉടമസ്ഥനും പ്രധാന പാചകക്കാരനുമായ സന്തോഷ്. എന്തായിട്ടെ ഇങ്ങനെ ഈ തെരുവിൽ അലഞ്ഞു തിരിഞ്ഞ ആളിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാൻ കാര്യം? നമ്മളില്ലായ്മയെന്ന് വന്നതാണ്. അപ്പോൾ നമുക്ക് ഇല്ലായ്മക്കാരനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കണമെന്നായിരുന്നു നമ്മുടെ വളരെ ആഗ്രഹം. ഈ കടയുടെ തറക്കല്ലിട്ടപ്പോൾ എൻ്റെ മനസ്സിൽ കൊണ്ടൊരു ആഗ്രഹമാണ് ഇല്ലായ്മക്കാരനെ കൊണ്ട് വേണം ഈ കടയുടെ ഉദ്ഘാടനം നടത്തുന്നത്. അതാണ് ഞാനങ്ങനെ എൻ്റെ തീരുമാനമാണ്. ഈ അറിയാവുന്ന ആളായിരുന്നു അത് കണ്ടുപിടിച്ചാണോ? അറിയാവുന്ന ആളല്ല, ഞങ്ങളിങ്ങനെ തലേദിവസം രാത്രി ഞങ്ങൾ എൻ്റെ കൂട്ടുകാരും ഞങ്ങൾ പോയി അങ്ങനെ കണ്ട് സംസാരിച്ചാൽ അപ്പോൾ അങ്ങേര് വരാം ഒന്ന് ചെയ്തു തരാം. അപ്പോൾ ഞങ്ങൾ ദിവസം രാവിലെ പുള്ളിനെ പോയി കൂട്ടിക്കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കുന്നു. ഇവിടെ പൈസ ഇല്ലാതെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുമെന്ന് പറയുന്നത് ഇല്ല, നമ്മുടെ മുമ്പിൽ കണ്ടുകിട്ടാൽ നമ്മൾ അവർക്ക് ആഹാരം വിളിച്ച് കൊടുക്കും. അത് നമുക്ക് പണ്ട് മുതലുള്ളതാണ്, അങ്ങനെ നമ്മൾ കൊടുത്തേ ശരി. അപ്പോൾ നമുക്ക് ഒരാളുടെ വിശപ്പ് അറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ വിശപ്പിന് ആഹാരം നമ്മൾ കൊടുത്തു. അത് കാശ് നമ്മൾ നോക്കാറില്ല, അവർ വരുന്ന അവർക്ക് ആവശ്യമുള്ള ആഹാരം നമ്മൾ കൊടുക്കും. എങ്ങനെയുണ്ട് കച്ചവടം? എങ്ങനെയുണ്ട്? കച്ചവടം കുഴപ്പമില്ല, നല്ല രീതിക്ക് പോകുന്നു. എന്തൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ? നമ്മുടെ സ്പെഷ്യൽ വെച്ചാൽ ഞങ്ങളുടെ മെയിനായിട്ട് ഇപ്പോൾ ബിരിയാണി, ചൈനീസിൻ്റെ ഐറ്റം, ചില്ലി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. ബിരിയാണിയാണ് നമ്മൾ മെയിനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയായിരുന്നു പാചകമായിരുന്നോ ഒരു തൊഴിൽ? പാചകമായിരുന്നു. നമ്മൾ എറണാകുളത്തെ ഹോട്ടലിലായിരുന്നു. അവിടെ നമ്മൾ ദുബായി പോയി, അവിടുന്ന് പിന്നെ വന്ന ഹോട്ടലിൽ സ്വന്തമായി തുടങ്ങി. ഹോട്ടൽ ഉദ്ഘാടനം ചെയ്ത കുഞ്ഞുമോൻ ചേട്ടനെ ചേർത്തലയിലും പരിസരത്തും ഏറെ തിരഞ്ഞെങ്കിലും കണ്ടുകിട്ടിയില്ല. ബോണിയം വർഗീസിനൊപ്പം രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘു ഉണ്ട് നമുക്കൊപ്പം. രഘു, സന്തോഷം പകരുന്നൊരു കാഴ്ചയാണ്. ആദ്യം തന്നെ കുറച്ച് നാളുകൾക്ക് മുൻപാണ് രഘുവിന് ഓർമ്മയുണ്ടാവും, ഒരു നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലെ ഒരു ക്യാൻറ്റീൻ്റെ ഉദ്ഘാടനം അവിടെ ശുചീകരണ ജോലിയായി ഉള്ള ഒരു ചേച്ചിയെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ആ ചേച്ചിയും അന്നത്തെ ആ സന്തോഷവും നമ്മൾ തത്സമയത്തിൽ പങ്കുവെച്ചതാണ്. സമാനമാണിത്. പക്ഷേ അറിയാത്ത ഒരാളെ കൊണ്ട്, അല്ലേ, അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളൊന്നുമില്ലായ്മയിൽ നിന്ന് വന്നതാണ്, അന്ന് തറക്കല്ലിടുമ്പോൾ തീരുമാനിച്ചതെന്നാണ്. എങ്ങനെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതവും നമ്മളുടെ തിരച്ചിലിൽ ഈ ഉദ്ഘാടനം എവിടെ പോയി? സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളും പൊടിക്കൈകളും ഒക്കെ കാണിക്കുന്നത് ഹോട്ടൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഒരു മാധ്യമ ശ്രദ്ധ ലഭിക്കാൻ വേണ്ടിയും അല്ലെങ്കിൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലാകാൻ വേണ്ടിയൊക്കെയാണ് ചില ആളുകൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഞാനും ഇത് ഒരു പക്ഷേ ഈ ഹോട്ടലിൻ്റെ ഉദ്ഘാടനവും ആ ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്തതായിരിക്കാം എന്ന് കരുതിയാണ് സത്യത്തിൽ ഞാൻ ആ ഷൂട്ടിന് പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് ആ സന്തോഷം എന്നുള്ളൊരു വളരെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നുണ്ടായ ഒരു വികാരത്തിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മളവിടെ അല്ലെങ്കിൽ ആ ഒരു യാചകനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്തതിലൂടെ കണ്ടത്. കാരണം സന്തോഷേട്ടൻ പറയുന്നത് ചെറുപ്പത്തിലൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു, ആഹാരത്തിനൊക്കെ വലുതായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് ഇങ്ങനെ ഒരു ഉപജീവനത്തിൻ്റെ ഒക്കെ മാർഗമായിട്ട് ഹോട്ടൽ പണിക്ക് പോയി. എറണാകുളത്തായിരുന്നു കുറച്ച് നാൾ. പിന്നീട് അവിടെ നിന്ന് വിദേശത്ത് പോയി കുറച്ച് പണമൊക്കെ ഉണ്ടാക്കി നാട്ടിൽ തിരിച്ചെത്തി ഒരു തട്ടുകട നടത്തുന്നുണ്ട്. ഒരു 10-11 വർഷമായിട്ട് ദേശീയപാതയോരത്ത് 11-ാം മൈൽ എന്നുള്ള സ്ഥലത്ത്. അതിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഇപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഹോട്ടൽ തുടങ്ങിയപ്പോൾ ഈ ആഹാരത്തിൻ്റെ വില അറിയുന്ന ആളിനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു അതിയായ ആഗ്രഹം. കാരണം ഈ സന്തോഷേട്ടനൊക്കെ ചെറുപ്പത്തിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചെറുപ്പത്തിൽ വലിയ ആഹാരത്തിൻ്റെയൊക്കെ ഒരു വലിയ വില അദ്ദേഹം അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആഹാരത്തിൻ്റെ വില അറിയുന്ന അർഹനായ ഒരാളെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനമെടുത്തു. പക്ഷേ ഈ ഹോട്ടലിൻ്റെയൊക്കെ പണിയുടെയൊക്കെ തിരക്ക് കാരണം ഈ ഉദ്ഘാടന ദിവസം വൈകുന്നേരമാണ് ആരെയാണ് കണ്ടെത്തേണ്ടതെന്ന് ആലോചിക്കുക. അങ്ങനെ സുഹൃത്തുമായി വാഹനമെടുത്തിറങ്ങുകയും ചേർത്തല ബസ് സ്റ്റാൻഡ് പരിസരത്ത് അന്തി ഉറങ്ങിയിരുന്ന ഈ ഉദ്ഘാടകനെ കണ്ടെത്തുകയും അദ്ദേഹത്തോട് രാവിലെ ഇവിടെ എത്തണം എന്ന് പറയുകയും ചെയ്തു. അദ്ദേഹം രാവിലെ കുളിച്ചൊരുങ്ങി നിന്നിരുന്നു. ഇവർ കാറിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് അദ്ദേഹത്തിന് വസ്ത്രമൊക്കെ കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ സംഭവം കഴിഞ്ഞ 1-2 ദിവസം മുമ്പാണ് നടന്നത്. ഇതിനോടകം തന്നെ ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പത്രത്തിലൊക്കെ വരികയും ചില പ്രാദേശിക ചാനലുകൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യും. അതുകൊണ്ട് വലിയൊരു സ്വീകാര്യതയൊക്കെ ഉണ്ട്. ചില ആളുകൾ നമ്മൾ ഈ ചേർത്തലയിലും പരിസരത്തും ഒക്കെ തേടി ഇറങ്ങിയപ്പോൾ ആളുകളൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. ചേർത്തല ബസ് സ്റ്റാൻഡിൽ തന്നെ നമ്മൾ ചെന്നപ്പോൾ ഇദ്ദേഹം ഇവിടെ ഉണ്ട്. അവിടുത്തെ ഈ ഇത്തരത്തിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അയാൾ ഇവിടെ ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ചോറുണ്ണാനൊക്കെ വരാറുണ്ട്, പക്ഷേ കാണുന്നില്ല എന്നുള്ളത്. നമ്മൾ കുറച്ചധികം 2-3 മണിക്കൂർ അവിടെ മെനക്കെട്ടു, പക്ഷേ കണ്ടെത്താനായിട്ടില്ല. എന്തായാലും ആ സന്തോഷിൻ്റെ അല്ലെങ്കിൽ സന്തോഷേട്ടൻ്റെ ഒരു വലിയ മനസ്സിൻ്റെ അല്ലെങ്കിൽ വിശപ്പിൻ്റെ വില അറിയുന്ന ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹ സഫലീകരണമാണ് ഇത്തരത്തിൽ വിശപ്പിൻ്റെ വില അറിയാവുന്ന മറ്റൊരാളെ കൊണ്ട് സ്വന്തം സ്ഥാപനം ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നത്.
ശരിയാണ് രഘു. അപ്പോൾ സന്തോഷേട്ടൻ്റെ മനസ്സിലെ സന്തോഷം അദ്ദേഹം ആ ഉദ്ഘാടനം നൽകി, അദ്ദേഹത്തിനും ആ ഉദ്ഘാടനം ചെയ്ത ആൾക്കും അദ്ദേഹം എവിടെയായിരുന്നെങ്കിലും ആ സന്തോഷം ഉണ്ടാകട്ടെ. ആ സ്ഥാപനവും നന്നായി തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ശരി രഘു.